നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് കൊത്തി അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല ഒരു സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 2 പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമ്മളിനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ നല്ല സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് നമുക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാധാരണ പച്ചവെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പൊന്ന് ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. അതുപോലെ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഈ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ മൊത്തം റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും കണ്ടോ, ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ടാവും, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ്, അതും കൂടെ നമുക്കിതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂട് കാരണം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കണ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈയിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നന്നായിട്ട് അമർത്തിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം 2 കൈ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പരത്തി ഒരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികം കട്ടിയില്ലാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒത്തിരി കട്ടി പാടില്ല, എന്നാലാണ് കഴിക്കുമ്പോൾ അവർ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ 2 സൈഡും ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്ത് കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ ആക്കിയെടുക്കണമെങ്കിലും കൂടുതൽ കട്ടിയില്ലാതെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഒരു 10 എണ്ണം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്ര ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന മാവ് നമ്മൾ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്